പറഞ്ഞു വരുമ്പോൾ അത്ര വലിയ ഗ്ലാമർ പോരാട്ടമൊന്നും അല്ലെങ്കിലും മാവേലിക്കരയിലെ രാഷ്ട്രീയ ചൂട് അത് വേനൽ ചൂടിനും മേലെയാണ്. കോൺഗ്രസിന്റെ കൊടിക്കുന്നിൽ സുരേഷിന് ലോക്സഭയിലേക്ക് ഹാട്രിക് നൽകിയ മണ്ഡലമാണ് മാവേലിക്കര. പാർലമെന്റിലേക്ക് 4ാം വട്ടവും പറക്കാൻ ലക്ഷ്യമിട്ട് കൊടിക്കുന്നിൽ സുരേഷ് ഇറങ്ങുമ്പോൾ ഇത്തവണ കോൺഗ്രസിന് കാര്യങ്ങൾ അത്ര എളുപ്പമല്ല. CPIക്കായി കളത്തിലിറങ്ങിയിരിക്കുന്നത് CA അരുൺകുമാർ എന്ന ശക്തനായ സ്ഥാനാർത്ഥിയാണ്. ബൈജു കലാശാലയാണ് BDJSന്റെ സ്ഥാനാർത്ഥി. 2009 മുതൽ മാവേലിക്കരയിലുള്ള കൊടിക്കുന്നിലിന്റെ പ്രഭാവം CA അരുൺകുമാർ കവരുമോ എന്നതാണ് ഈ തിരഞ്ഞെടുപ്പിലെ ആകാംക്ഷ. ഇതോടെ സംസ്ഥാനത്തെ ഏറ്റവും വാശിയേറിയ പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നായി മാവേലിക്കര മാറിയിരിക്കുകയാണ്. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം എന്നിവയാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ. ഇതിൽ ചങ്ങനാശ്ശേരി കോട്ടയം ജില്ലയിലും കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ എന്നിവ ആലപ്പുഴയിലും ബാക്കിയുള്ളവ കൊല്ലം ജില്ലയിലുമാണ്. മണ്ഡലത്തിലെ രാഷ്ട്രീയ കാഴ്ചപ്പാടുകളെ പോലും സ്വാധീനിക്കുന്ന രീതിയിൽ സാമുദായിക സംഘടനകൾ ശക്തമാണ്. NSSനും SNDPക്കും KPMSനും ക്രൈസ്തവ സംഘടനകൾക്കും വേരോട്ടമുള്ള മണ്ണിൽ പരിചയസമ്പത്തും യുവത്വവും തമ്മിലാണ് മത്സരം. രാഷ്ട്രീയവും സംസ്കാരവും ഇഴചേർന്ന് കിടക്കുന്ന മണ്ഡലത്തിൽ പരിചയസമ്പത്തിലൂടെ തുടർച്ചയായ വിജയം കൊഴിയാം എന്ന പ്രതീക്ഷയിലാണ് UDF സ്ഥാനാർത്ഥി കൊടിക്കുന്നിൽ സുരേഷ്. അതേസമയം യുവാവെന്ന നിലയിലുള്ള മുൻതൂക്കത്തിലൂടെ അട്ടിമറി വിജയം കൊയ്യാനാകുമെന്ന പ്രതീക്ഷയിലാണ് അഡ്വക്കേറ്റ് CA അരുൺകുമാർ. 2016 മാവേലിക്കര നിയമസഭാ മണ്ഡലത്തിൽ UDF സ്ഥാനാർത്ഥിയായി മത്സരിച്ച ബൈജു കലാശാല BDJSനായി പോരാട്ടത്തിനിറങ്ങുമ്പോൾ വോട്ട് വിഹിതം ഉയർത്താനാകുമെന്നാണ് NDAയുടെ കണക്കുകൂട്ടൽ. 2019 കൊടിക്കുന്നിൽ സുരേഷും CPIയുടെ കരുത്തനായ സ്ഥാനാർത്ഥി ചിറ്റയം ഗോപകുമാറുമായിരുന്നു നേർക്കുനേർ പോരാടിയത്. 74.33% മാവേലിക്കരയിലെ പോളിംഗ്. അതിൽ കൊടിക്കുന്നിൽ നേടിയത് 61,138 വോട്ടുകളുടെ ഭൂരിപക്ഷം. ചിറ്റയത്തിന് ലഭിച്ചത് 3,79,277 വോട്ടുകളാണ്. 2014 32,737 വോട്ടുകളുടെ ലീഡ് നേടിയ സ്ഥാനത്താണ് 2019 കൊടിക്കുന്നിലിന്റെ ഭൂരിപക്ഷം 60,000 കടന്നത്. അതിനാൽ തന്നെ ഭരണവിരുദ്ധ വികാരങ്ങൾ വളരെ പ്രകടമായ മണ്ഡലത്തിൽ ഇത്തവണയും കൊടിക്കുന്നിൽ സുരേഷ് വിജയക്കൊടി പാറിക്കുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. അതേസമയം മാവേലിക്കരയെ അടിമുടി മാറ്റിമറിക്കാൻ യുവത്വം എന്ന ശക്തമായ ആയുധം ഉയർത്തിപ്പിടിച്ചാണ് LDF ക്യാമ്പയിൻ. മന്ത്രിമാരുടെയും ഘടകകക്ഷികളുടെയും സ്വാധീനം പ്രയോജനപ്പെടുത്തിയാണ് CPM പട നയിക്കുന്നത്. ഇതിൽ പ്രധാനം സംഭരണം പൂർത്തിയാക്കിയിട്ടും നെല്ലുവില യഥാസമയം കിട്ടാത്ത കുട്ടനാട്ടിലെ കർഷകരുടെ പ്രശ്നമാണ്. കാടിറങ്ങി വരുന്ന വന്യജീവികൾ മുതൽ റബ്ബർ, തേങ്ങ, കശുവണ്ടി തുടങ്ങിയ വിളകളുടെ വിലയിടിവും വോട്ടർമാരെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ്. സംവരണ മണ്ഡലത്തിൽ ഹിന്ദു സാമുദായിക സംഘടനകൾക്ക് നിർണായകമായ സ്വാധീനമുണ്ട്. എന്നാൽ സാമുദായിക സംഘടനകളും മണ്ഡലത്തിലെ ജനങ്ങളും തമ്മിലുള്ള സൗഹൃദമാണ് കൊടിക്കുന്നിൽ സുരേഷിനെ മണ്ഡലത്തിലെ മറ്റു സ്ഥാനാർത്ഥികളിൽ നിന്നും വ്യത്യസ്തനാക്കുന്നത്. കേരള കോൺഗ്രസ് M ഇടതുമുന്നണിയിലേക്ക് ചേക്കേറിയതിനു ശേഷമുള്ള ആദ്യ ലോക്സഭാ തിരഞ്ഞെടുപ്പാണിത്. അതോടൊപ്പം KB ഗണേഷ് കുമാറിന്റെ മന്ത്രിസ്ഥാനത്തിലൂടെ പത്തനാപുരം അടക്കമുള്ള ചില മണ്ഡലങ്ങളിൽ NSS വോട്ടുകളും പ്രതീക്ഷിക്കുന്നു. BJPയിലെ നായർ വോട്ടുകൾ ഇക്കുറി BDJS പെട്ടിയിൽ വീഴില്ലെന്നും വിലയിരുത്തപ്പെടുന്നുണ്ട്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ലഭിച്ച ജനപിന്തുണ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ആവർത്തിക്കുമെന്നാണ് LDFന്റെ പ്രതീക്ഷ. വികസന വാഗ്ദാനങ്ങളിൽ പലതും പൂർണ്ണമായി നടപ്പിലാക്കാൻ കൊടിക്കുന്നിലിന് കഴിഞ്ഞില്ലെന്ന ആക്ഷേപവുമുണ്ട്. പ്രീപോൾ സർവേ ഫലങ്ങളും ഇത് വ്യക്തമാക്കുന്നു. കഴിഞ്ഞ തവണ കൊടിക്കുന്നിൽ സുരേഷിന് 45.36% വോട്ടാണ് ലഭിച്ചത്. എന്നാൽ ഇത്തവണ അത് 40.89% കുറയുമെന്നാണ് പ്രീപോൾ സർവേ പ്രവചനം. 37.2% ഇടതുമുന്നണിക്ക് ലഭിക്കുക. NDAയുടെ വോട്ട് ശതമാനം 19.45 ഉയരും. 2019 ഇത് 13.75%. UDFും LDFും തമ്മിലുള്ള അന്തരം നേർത്തതായതിനാൽ UDF NDA വോട്ടുകളുടെ നേരിയ ചലനം പോലും അന്തിമ ഫലത്തിൽ നിർണായകമാകുമെന്നാണ് സൂചന.